ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ കുറേ ദിവസമായിട്ട് അവരുടെ ഡോഗിന് ഈ ഫുഡ് കൊടുക്കാമോ ആ ഫുഡ് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം കൊടുക്കാമോ, സമോസ കൊടുക്കാവോ, പിസ്സ കൊടുക്കാവോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. നോ 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 എന്ന് പറഞ്ഞ് ഞാനൊരു വഴിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിക്കുന്ന പല ഫുഡുകളും ഡോഗ്സിന് കൊടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് തോന്നുന്നൊരു കാര്യം, അവർ നോക്കിയിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ നമ്മളെങ്ങനെയാണ് കഴിക്കുന്നത്, പാവമല്ലേന്ന് തോന്നും. പ്രത്യേകിച്ച് ഈ ഷിറ്റ്സൂനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ നമ്മളുടെ കൂടെ ഒരുപാട് കാലം വളരെ ഹെൽത്തി ആയിട്ട് നമ്മളുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ റെസ്ട്രിക്ഷൻസ് ആദ്യം മുതൽ തന്നെ വയ്ക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് വളരെ ന്യൂട്രീഷ്യസും ആയിരിക്കണം. ഞാൻ ഫുഡിനെ കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ആ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. സോ നിങ്ങൾക്ക് ഡോഗിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ മതി, ഫുഡെന്ന് തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കുക. നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡെന്ന് പറയുന്നത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഡോഗ് കഴിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ദിവസം നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് പല ദിവസം ആകുമ്പോഴത്തേക്കും അവരുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, അവർക്ക് ഒബിസിറ്റി വരും. സോ അത് ചെയ്യാൻ പാടില്ല. വല്ലപ്പോഴും ഒരിക്കൽ ഒരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു തവണ കൊടുക്കാം. ഞങ്ങളിവിടെ മുത്തുമണിക്ക് മധുരം കൊടുക്കുന്ന ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ അവൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എൻ്റെയോ ശ്രീജിത്തിൻ്റെയോ ബർത്ത്ഡേയുടെ അന്ന് മാത്രം പായസം വീട്ടിൽ ഉണ്ടാക്കിയാൽ കൊടുക്കും. അതുപോലെ ഐസ്ക്രീമോ കേക്കോ എങ്ങാനും അന്ന് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം മാത്രമായിരിക്കും മിക്കവാറും മുത്തുമണിക്ക് ഒരു വർഷത്തിൽ അങ്ങനെ ആയിരിക്കും കിട്ടുന്നത് മധുരം, അല്ലാണ്ട് അങ്ങനെ കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. മധുരം കൊടുക്കാൻ പാടില്ല. അതിന് സിർലാക്ക് ആയിട്ടാണെങ്കിലും കൊടുക്കരുത്. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, സിർലാക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. സിർലാക്ക് കൊടുക്കാൻ പാടില്ല. കാര്യം അതിൽ മധുരമുണ്ട്. അതിനെക്കുറിച്ചിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം കൊണ്ടുവരുന്ന പപ്പിക്ക് ആദ്യം എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദ്യം അവർ തന്നെ പറയും, ഉത്തരം അവർ തന്നെ പറയും, സിർലാക്ക് കൊടുക്കാമല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറ്റിനറി ഡോക്ടർ അല്ല, ഞാനൊരു ബ്രീഡറോ അങ്ങനത്തെ ഒന്നുമല്ല. എനിക്കൊരു ഷിറ്റ്സു പപ്പി ഉണ്ട്. അവനെ വളർത്തിയ എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു ഡോക്ടറും കൂടെയാണ്, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. സോ എൻ്റെ കുഞ്ഞിന് പോലും ഞാൻ സിർലാക്ക് കൊടുക്കാറില്ല. അതിൻ്റെ കാര്യം അതിൽ ഷുഗർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഡോഗ്സിന് ഷുഗർ പാടില്ല. അപ്പോൾ ഹ്യൂമൻ ഫുഡായ ഒരു സാധനം ഹ്യൂമൻ ബേബിക്ക് തന്നെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗിന് കൊടുത്താലുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. സോ വറുത്തതും പൊരിച്ചതും ഒന്നും കൊടുക്കാൻ പാടില്ല, മധുരം ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൈദയിലും ഗോതമ്പിലും ഉണ്ടാക്കിയ ഒന്നും തന്നെ ഡോഗ്സിന് കൊടുക്കാൻ പാടില്ല. മൈദ അവരുടെ വെയിറ്റ് കൂട്ടും. ഗോതമ്പ് പല ഡോഗ്സിനും അലർജി ഉണ്ടാക്കുന്നൊരു സാധനമാണ്. പിന്നെ പാല് കൊടുക്കാൻ പാടില്ല, ചില ഫ്രൂട്ട്സ് കൊടുക്കാൻ പാടില്ല, ചില വെജിറ്റബിൾസ് കൊടുക്കാൻ പാടില്ല. അതിൽ മെയിനായിട്ട് വരുന്നത് ഉള്ളി, മഷ്റൂം, ഇത് രണ്ടും കൊടുക്കാൻ പാടില്ല. ഗ്രേപ്സ് കൊടുക്കാൻ പാടില്ല, റേസിൻ കൊടുക്കാൻ പാടില്ല, ടൊമാറ്റോ കൊടുക്കാൻ പാടില്ല. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ വെജിറ്റബിളിനെ കുറിച്ചും ഫ്രൂട്ടിനെ കുറിച്ചും ഒന്നുമല്ല. സമോസ കൊടുക്കാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കൊടുക്കാൻ പാടില്ല. അതുപോലെ മസാല അടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ ഡോഗ്സിന് കൊടുക്കാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന അത്രയും സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഡോഗ്സിൻ്റെ വയറിന് ശരിയാകണം എന്നില്ല. ചിലപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാം, അൾസർ പോലത്തെ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ വേറൊന്നും കൊടുത്തില്ലല്ലോ, വീട്ടിലുണ്ടാക്കിയ ഫുഡാണല്ലോ കൊടുത്തതെന്ന് വിചാരിക്കും. അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവുന്നത് തന്നെ ചിലപ്പോൾ ഈ എരിവ് കാരണമാവാം, അല്ലെങ്കിൽ ആ എണ്ണ കാരണമാവാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക. എല്ലാവരുടെയും ഡൗട്ട് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. മധുരം കൊടുക്കാൻ പാടില്ല, വറുത്തതും പൊരിച്ചതും കൊടുക്കാൻ പാടില്ല, മൈദയിൽ ഉണ്ടാക്കിയ കൊടുക്കാൻ പാടില്ല, എരിവുള്ളത് കൊടുക്കാൻ പാടില്ല, പിന്നെന്താണ് വീറ്റ് കൊടുക്കാൻ പാടില്ല, ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുക്കാൻ പാടില്ല. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.